വിശദമായ വാർത്തയിലേക്ക്. ഇന്ത്യൻ നാവികസേനയുടെ സ്പീഡ് ബോട്ട് മുംബൈയിൽ യാത്രാ ബോട്ടിലിടിച്ച് 13 പേർ മരിച്ചു. എഞ്ചിൻ ട്രയൽ നടത്തുകയായിരുന്ന ബോട്ടിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടമുണ്ടായത്. മരിച്ചവരിൽ ഒരു നാവിക ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു. 10 ഫെറി യാത്രക്കാർ മരിച്ചു. നാവികസേനയുടെ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട 2 പേർ ഉൾപ്പെടെ 102 പേരെ രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകുന്നേരമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്ന. മനു, വലിയൊരു അപകടമാണ് നടന്നത്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അശ്വതി, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് മുഴുവൻ ആളുകളെയും ഞെട്ടിച്ചുകൊണ്ടൊരു അപകടം ഉണ്ടായത്. ഇത് പ്രധാനമായും ഈ നാവികസേനയുടെ ബോട്ട് അത് എൻജിൻ ട്രയൽ നടത്തുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ ട്രയൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഒരു ഫെറിയിലാണ് ഈ ബോട്ട് ഇടിക്കുന്നത്. 110ഓളം യാത്രക്കാരുമായി എലിഫൻ്റ കേവ്സിൽ നിന്നും ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിലേക്ക് വരികയായിരുന്നു ഈ ബോട്ട്. സ്വാഭാവികമായും നിയന്ത്രണം വിട്ട നാവികസേനയുടെ സ്പീഡ് ബോട്ട് ഇടിച്ചതിനെ തുടർന്ന് ഈ ബോട്ട് വെള്ളത്തിൽ വീണു. വലിയ ആശങ്കകൾ ആ ഘട്ടത്തിൽ തന്നെ അത് പരത്തി. കാരണം ഈ യാത്രാ ബോട്ടിൽ 20ഓളം കുട്ടികളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. ഇത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമായി മാറി. പെട്ടെന്ന് തന്നെ ഇതിനു വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ നാവികസേന ഏർപ്പെടുത്തി. 11 നാവിക ബോട്ടുകൾ അവിടേക്ക് എത്തുകയും 3 മെറൈൻ പോലീസിൻ്റെയും അതുപോലെ കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടുകൾ എത്തി. ഹെലികോപ്റ്ററുകൾ വന്നു. ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിയുടെ സേന അവിടെ രംഗത്തിറങ്ങി. മത്സ്യത്തൊഴിലാളികൾ വന്നു. അങ്ങനെ എല്ലാവരുടെയും സഹായത്തോടു കൂടി 102 ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് ഒരല്പം ആശ്വാസം പകരുന്നു. അതേസമയം 13 ആളുകൾ ജീവൻ നഷ്ടമായിരിക്കുന്നു. അതിൽ ഒരു നാവിക ഉദ്യോഗസ്ഥൻ, 2 സാങ്കേതിക വിദഗ്ധരും ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. യാത്രാ ബോട്ടിലുള്ള 10 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഏറ്റവും ദുഃഖകരമായ വസ്തുതയായി തുടരുന്നു. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റവരെ JNPT ഹോസ്പിറ്റലിലും അതുപോലെ നേവൽ ഡോക്യാർഡിലും അശ്വിനി ഹോസ്പിറ്റലിലും സെൻറ്റ് ജോർജ് ഹോസ്പിറ്റലിലുമൊക്കെയായി ചികിത്സയിൽ വെച്ചിരിക്കുകയാണ്. ബാക്കി ഒരാളുടെ നിലയാണ് ഏറ്റവും ഗുരുതരമായുള്ളത്. ബാക്കിയുള്ളവരുടെ നില അത്ര പ്രശ്നമല്ല എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും സൗത്ത് മുംബൈയിലെ കൊലാബ പോലീസ് സ്റ്റേഷൻ FIR രജിസ്റ്റർ ചെയ്ത് ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബാക്കി ഈ രക്ഷപ്പെടുത്തിയ ആളുകളിൽ 102 പേരിൽ ഒരാളുടെ നില മാത്രം ഗുരുതരം. ബാക്കിയുള്ളവർക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ദുഃഖം അറിയിച്ചു. ഒപ്പം തന്നെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പരിക്കേറ്റ ആളുകൾക്ക് 50,000 രൂപ വീതമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നാവികസേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പോലീസും ഇത് അന്വേഷിക്കും. ഈ വിഷയത്തിൽ എങ്ങനെയാണ് ബോട്ടിന് നിയന്ത്രണം നഷ്ടമായത്, എന്താണ് അങ്ങനെ നിയന്ത്രണം നഷ്ടമാകാനുള്ള സാഹചര്യം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. നാവികസേന ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ആണ് മരിച്ചിരിക്കുന്നത്. അതോടൊപ്പം അപകടത്തിൽ കുടുങ്ങിയ നാവിക ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് വലിയ ഒരു നടുക്കം, പ്രത്യേകിച്ച് ഈ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ എന്ന പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനായുള്ളൊരു സ്ഥലത്ത് ആളുകൾ ഈ ഫെറിയിൽ യാത്ര ചെയ്യുമ്പോൾ 110ഓളം ആളുകൾ, കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്നൊരു സംഘമാണ് ഈ അപകടത്തിൽ പെട്ടത് എന്നത് എല്ലാവരെയും പെട്ടെന്ന് തന്നെ നടുക്കുന്ന ഒരു സംഭവമായി. ഈ അപകടത്തിൽ രക്ഷാപ്രവർത്തനം അത് വളരെ നിർണായകമായിരുന്നു അല്ലേ? കാരണം ഇല്ലെങ്കിൽ മരണസംഖ്യ കൂടിയേനെ. അത്രത്തോളം വലിയൊരു അപകടമാണ് നടന്നത്. ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തകർ എത്തി എന്നുള്ളത് വലിയ ആശ്വാസമാണല്ലേ? അതെ, ഇതിൽ 2-3 കാര്യങ്ങൾ നമുക്ക് അപകടത്തിൻ്റെ അല്ലെങ്കിൽ അപകടത്തിൽ മരണസംഖ്യ അധികം വർദ്ധിക്കാതെ അല്ലെങ്കിൽ 10-ൽ കൂടാതിരിക്കാൻ അല്ലെങ്കിൽ 13-ൽ കൂടാതിരിക്കാനൊക്കെയുള്ള ഒരു കാരണം ലൈഫ് ജാക്കറ്റുകൾ ഉപയോഗിച്ചു എന്നതാണ്. യാത്രക്കാർ പലരും ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ആളുകൾ മുങ്ങുന്ന ഒരു സാഹചര്യം ഒഴിവായി. അല്ലെങ്കിൽ വലിയ അപകടത്തിൻ്റെ തോത് കുറെ കൂടി വലുതായി പോയേനെ. ഏതായാലും ലൈഫ് ജാക്കറ്റുകൾ ഉപയോഗിച്ചതിനാൽ ആളുകൾക്ക് അവിടെ സുരക്ഷ കുറെ പേർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. 11 നാവികസേനയുടെ ബോട്ടുകൾ പെട്ടെന്ന് രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. മറൈൻ പോലീസ് ദ്രുതഗതിയിൽ അവിടെ എത്തി. കോസ്റ്റ് ഗാർഡിൻ്റെ സേവനം ലഭ്യമായി. കാരണം ഇത് വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ എല്ലാവിധ
സജ്ജീകരണങ്ങളും പെട്ടെന്ന് എത്തിക്കാനും അത് പരിശോധിക്കാനുമൊക്കെ കഴിഞ്ഞു. ഹെലികോപ്റ്ററുകൾ എത്തി. ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റി രംഗത്തിറങ്ങി. ഒപ്പം ഈ മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തയ്യാറായി. ഏതായാലും ഈ ബോട്ട് 3:15 ഈ എലിഫൻ്റ് ഐലൻഡിൽ നിന്ന് യാത്ര തിരിച്ചത്. തുടർന്നാണ് ഈ 4 മണിയോടുകൂടി ഈ അപകടത്തിൽ പെടുന്നത് എന്നാണ് നാവികസേന വ്യക്തമാക്കുന്നത്. അതായത് എലിഫൻ്റ് ഐലൻഡിൽ നിന്ന് മുംബൈയുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യയാണ് അപകടം ഉണ്ടായത്. ഏതായാലും ഇത് വലിയ ഈ ഒരു യാത്ര ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ ചോദ്യം ഉയർത്തുകയാണ്. ഇത്രയും വലിയ യാത്രാ ഫെറികളിൽ സുരക്ഷിതമായി ആളുകൾ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ ഇതുപോലുള്ള നാവികസേനയുടെ തന്നെ ആയിക്കോട്ടെ, പക്ഷേ എഞ്ചിൻ ട്രയലുകൾ നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമാണ്. മനുഭർത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയൊരു അപകടം, 13 ജീവനുകളാണ് നഷ്ടമായിരിക്കുന്നത്. പത്തനംതിട്ട മുറിഞ്ഞകല്ലിൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 12-ന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. അനു, നിഖിൽ, ബിജു പി ജോർജ്, മത്തായി ഈപ്പൻ എന്നിവരുടെ മൃതദേഹങ്ങൾ കോന്നി മല്ലശ്ശേരിയിലെ വീട്ടിലെത്തിച്ചു. ശശി നാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശി, നാടിനെ ഞെട്ടിച്ച അപകടമാണ്. 4 ജീവനുകൾ പൊലിഞ്ഞു. ഇപ്പോൾ അവരുടെ മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചിരിക്കുന്നു. പൊതുദർശനമുണ്ടോ ശശി? അശ്വതി പറഞ്ഞ പോലെ തന്നെ വളരെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും 4 പേരുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചിരിക്കുന്നു. അനുവിന്റെ വീട്ടിൽ പ്രധാനമായും അനുവിന്റെ പിതാവ് ബിജു പി ജോർജ്, നിഖിൽ എന്നിവരുടെ മൃതദേഹങ്ങളും, മത്തായിപ്പന്റെ വീട്ടിൽ അദ്ദേഹത്തിന് മാത്രം മൃതദേഹമാണ് കൊണ്ടുപോയത്. 3 മൃതദേഹങ്ങൾ അനുവിന്റെ വീട്ടിലും മത്തായിപ്പന്റെ മത്തായിപ്പന്റെ വീട്ടിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് 12:30-ക്കാണ് മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകളൊക്കെ പൂങ്കാവ് സെന്റ് മേരി സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും 4 പേരുടെ മൃതദേഹങ്ങൾ രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ ഇടത്തട്ട സ്വകാര്യ മോർച്ചറിയിൽ നിന്നും പൂങ്കാവിലുള്ള ഈ 2 പേരുടെയും വീടുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അനുവിന്റെ വീട്ടിലേക്ക് 3 മൃതദേഹങ്ങൾ, അനുവിന്റെ പിതാവ് ബിജു പി ജോർജ്, അതുപോലെ തന്നെ നിഖിൽ, അനു, ഈ 3 പേരുടെ മൃതദേഹങ്ങൾ അനുവിന്റെ വീട്ടിലേക്കും മത്തായിപ്പിന്റെ മൃതദേഹങ്ങൾ ഒരു മൃതദേഹം മാത്രമാണ് മത്തായിപ്പിന്റെ വീട്ടിലേക്കും പോയിട്ട്. എന്തായാലും ഇതിനുശേഷം അനുവിന്റെ വീട്ടിലെ മൃതദേഹങ്ങൾ, അനുവിന്റെയും നിഖിലിന്റെയും മൃതദേഹങ്ങൾ മത്തായിപ്പിന്റെ വീട്ടിലേക്ക് എത്തിക്കും. എന്തായാലും ഇപ്പോൾ 2 വീടുകളിലും ഈ മൃതദേഹങ്ങൾ പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നിരവധി ആളുകളാണ് ഈ സഭയിലുള്ളയും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഇവരുടെ മൃതദേഹങ്ങൾ കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ഈ വീടുകളിൽ എത്തുന്നത്. എന്നാലും ശോകമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് രാവിലെ തന്നെ പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാറും ശബരിമല തീർത്ഥാടന ബസ്സുമായി കൂട്ടിയിടിച്ച് കോന്നി മുറിഞ്ഞകല്ലിൽ വെച്ച് അപകടമുണ്ടാവുകയും 4 പേരും മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അനുവിന്റെയും നിഖിലിന്റെയും ഈ കഴിഞ്ഞ നവംബർ 30-നാണ് അവരുടെ വിവാഹം നടന്നത്. അതിനുശേഷം അവർ ഹണിമൂണിനായി മലേഷ്യയിൽ പോയി അവർ തിരിച്ച് മടങ്ങി വരുന്ന സമയത്ത് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണ് ഈ അനുവിന്റെ പിതാവും അതുപോലെ തന്നെ നിഖിലിന്റെ പിതാവുമായ മത്തായിപ്പനും ബിജു പി ജോർജിനും തിരുവനന്തപുരത്ത് പോയി മടങ്ങി ഇവരെയും കൂട്ടി വരുന്ന സമയത്താണ് ഈ തീർത്ഥാടക വാഹനവുമായി കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാവുകയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നിഖിലും മത്തായിപ്പനും ഒപ്പം ബിജു പി ജോർജിനും മരണപ്പെടുകയും അനു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മരണപ്പെട്ടത്. അങ്ങനെ 4 പേരും ഈ വലിയ അപകടത്തിൽ മരണപ്പെട്ട സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് മൃതദേഹങ്ങൾ പത്തനംതിട്ട ഇന്നത്തെ സ്വകാര്യ മോർച്ചറിയിലേക്ക് സൂക്ഷിച്ചത്. സംസ്കാര ചടങ്ങുകൾ പൂങ്കാവ് സെന്റ് മേരീസ് കത്തോലിക്ക സുറിയാനി പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. 12-ഓടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും. അതിന്റെ ഭാഗമായിട്ടാണ് രാവിലെ 6 മണിയോടുകൂടി തന്നെ മൃതദേഹങ്ങൾ ഇരുവരുടെയും വീടുകളിൽ ലഭിച്ചിരിക്കുന്നു. അനുവിന്റെ വീട്ടിൽ 3 മൃതദേഹങ്ങളും മത്തായിപ്പന്റെ, അതായത് ഈ നിഖിലിന്റെ വീട്ടിൽ മത്തായിപ്പന്റെ മൃതദേഹമാണ് കൊണ്ടുവരിക്കുന്നത്. എന്തായാലും അനുവിന്റെ വീട്ടിലെ അനുവിന്റെ പിതാവ് ബിജു പി ജോർജിന്റെയും അതുപോലെ തന്നെ നിഖിലിന്റെയും മൃതദേഹങ്ങൾ പ്രദർശന ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം നിഖിലിന്റെയും അനുവിന്റെയും മൃതദേഹങ്ങൾ മത്തായിപ്പന്റെ, അതായത് നിഖിലിന്റെ വീട്ടിൽ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുവരും. അവിടെയും പ്രദർശന ചടങ്ങുകൾ ഉണ്ടാകും. എന്തായാലും ഒരു 8 മണി വരെയാണ് ഇത്തരമൊരു ക്രമീകരണം ഈ 2 വീട്ടിലും ഈ പൊതു ദർശന ചടങ്ങുകളും ശുശ്രൂഷകളും ഉള്ളത്. അതിനുശേഷം ഈ മൃതദേഹങ്ങൾ നേരെ പൂങ്കാവ് സെന്റ് മേരീസ് സംസ്കാര ചടങ്ങ് നടക്കുന്ന പൂങ്കാവ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ കൊണ്ടുവരും. അവിടെ 12 മണി വരെ ഈ ശുശ്രൂഷ ചടങ്ങുകളും പൊതുദർശന ചടങ്ങുകളും നടക്കും. 12 കൂടിയാണ് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുക. എന്തായാലും വേദനയോടുകൂടി വലിയ സങ്കടപ്പെട്ടവരാണ് ആളുകൾ എത്തിയിരിക്കുന്നത്. 2 കുടുംബവും തമ്മിൽ പരസ്പര ബന്ധമുള്ളവരാണ്. ഈ വിവാഹത്തിന് മുമ്പും അടുത്തടുത്ത കുടുംബങ്ങൾ 1 കിലോമീറ്റർ ദൂരം മാത്രമുള്ള 2 കുടുംബക്കാരും താമസിക്കുന്ന 2 വീട്ടുകാരും തമ്മിൽ താമസിക്കുന്ന ദൂരം വളരെ ദീർഘനാളത്തെ പരിചയമുള്ളവരാണ്. അതിന്റെ വിവാഹം നടന്നതിന് ശേഷം ഈ
ഈ നവംബർ 30-നാണ്. ഒരു 10-20 ദിവസം മുന്നേ മാത്രം നടന്നൊരു വിവാഹം നടന്ന ആഘോഷത്തോടെ സന്തോഷത്തോടെ നടന്നൊരു വീട്ടിലേക്ക് ചേതനയിട്ട ശരീരം എത്തിക്കുന്നു. ഇന്ന് അത്തരത്തിലൊരു ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ആ രണ്ട് കുടുംബത്തിലെ ആളുകളും സഭാവിശ്വാസികളും ഒക്കെ എത്തിയിരിക്കുന്നത് എന്നുള്ളത് സങ്കട കാഴ്ചയായി മാറുകയാണ്. എന്തായാലും ഒരു 12 മണിയോട് കൂടി തന്നെ 12:30 കൂടി തന്നെ സംസ്കാര ചടങ്ങ് നടക്കുന്നതിലും പള്ളിയിലെ സഭാ ഭാരവാഹികള് വൈദികര് ഒക്കെ എത്തിയിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂങ്കാവ് പള്ളിയിലും ക്രമീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ ഈ വീടുകളിൽ നിന്ന് മൃതദേഹങ്ങള് ഈ പൂങ്കാവ് പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും പൊതുദർശന ചടങ്ങുകൾ കൂടുതൽ സമയം വെക്കുക. അവിടെ നിരവധി ആളുകൾ എത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ക്രമീകരണം പൂങ്കാവിൽ ശ്രമിച്ചത്. കാരണം കൂടുതൽ ആളുകൾ വീട്ടിലെത്തിയാൽ അവർക്ക് കാണാനും അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനും കഴിയാതെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പൂങ്കാവ് സെന്റ് മേരീസ് പള്ളിയിലെ ഓഡിറ്റോറിയത്തിലാണ് ക്രമീകരിച്ചത്. അവിടെ മൃതദേഹങ്ങൾ പൊതുദർശനം വെക്കും. അവിടെ വെച്ചായിരിക്കും നാട്ടിലെ അതുപോലെ തന്നെ പ്രമുഖരായ ആളുകളെല്ലാം തന്നെ എത്തുകയും മരിച്ചവർക്ക് അന്തിമ ഉപചാരം അർപ്പിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. അല്പസമയത്തിനും അതായത് ഈ ഒരു 7:30 കൂടിയൊക്കെ തന്നെ 7:30 കൂടി തന്നെ വീട്ടിൽ നിന്ന് രണ്ടുപേരുടെയും വീട്ടിലെ മൃതദേഹങ്ങൾ വീട്ടിലെ പൊതുദർശന ചടങ്ങുകൾ കഴിഞ്ഞിട്ട് 4 പേരുടെയും മൃതദേഹങ്ങൾ, അതായത് അനുവിന്റെയും ബിജെപി ജോർജിന്റെയും നിഖിലിന്റെയും ഒപ്പം മത്തായിപ്പിന്റെ മൃതദേഹങ്ങൾ 2 വീടുകളിൽ നിന്നും അവിടുത്തെ വീട്ടിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയ ശേഷം നേരെ പള്ളിയിലേക്ക് കൊണ്ടുവരും. 8 മണിക്കാണ് പൂങ്കാവിലെ ക്രമീകരണമുള്ളത്. വലിയ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണുള്ളത്. കാരണം നാട്ടുകാരെ സംബന്ധിച്ച് ഈ കുടുംബം രണ്ടും വലിയ അടുപ്പമുള്ള ആളുകളായിരുന്നു, സൗഹൃദമുള്ള ആളുകളായിരുന്നു. വളരെ നാട്ടുകാരും ഇടവകയും ഒക്കെ വളരെ ചേർന്ന് നിന്ന് ജീവിക്കുന്ന ഒരു പശ്ചാത്തലമുള്ള കുടുംബമാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി അവരുടെ വേർപാട് നാട്ടുകാരെ സംബന്ധിച്ച് ദുഃഖമാണ്. കാരണം അപ്രത്യക്ഷമായ ഒരു വേർപാട്. അത് നവംബർ 30 വിവാഹം കഴിയുന്നു. അതിനുശേഷം ഇവര് നിഖിലും അനുവും മലേഷ്യയിലേക്ക് ഹണിമൂണിന് പോകുന്നു. തിരിച്ചൊരു 10-20 ദിവസത്തെ ജീവിതം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ വിയോഗം നാട്ടുകാരെ സംബന്ധിച്ചും സുഹൃത്തുക്കളെ സംബന്ധിച്ചും ബന്ധുക്കളെ സംബന്ധിച്ചും ഒക്കെ താങ്ങാനപ്പുറമാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹം വീട്ടിലെത്തിയപ്പോൾ തന്നെ വളരെ വിതുമ്പലോട് കൂടിയാണ് കുടുംബത്തിലെ അംഗങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാർ ബന്ധുക്കൾ ഒക്കെ അന്തിമ ഉപചാരം അർപ്പിക്കുന്നത്. അത്തരം കാഴ്ചകൾ വേദനാജനകമാണ് രാവിലെ തന്നെ നമ്മൾ പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും ശശി, അന്ന് രാവിലെ ഞായറാഴ്ച രാവിലെ വളരെ നേരത്തെ ആ വാർത്ത നമ്മൾ അറിയുമ്പോൾ അത്രയും വേദന നമുക്ക് ആ സമയത്തും ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചതെന്ന് ആദ്യം വാർത്ത വരുന്നു. പിന്നീട് ഈ അനുവിൻ്റെയും നിഖിലിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ, മധുവിധ യാത്ര കഴിഞ്ഞു വരുമ്പോഴാണ് എന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അത്രത്തോളം ദുഃഖം ഓരോരുത്തർക്കും, അവരെ അറിയാത്തവർക്ക് പോലും വലിയ ദുഃഖമുണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപകടങ്ങളുടെ ഒരു വലിയ വാർത്ത വന്നുകൊണ്ടിരുന്ന ഒരാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച. ഈ അപകടവും അങ്ങനെ എത്തിയതാണ്. ആ വാർത്ത നമ്മൾ കേട്ടതാണ്. എന്താണ് ഇതിന് കാരണം? ആരാണ് വണ്ടി ഓടിച്ചിരുന്നത്? ആദ്യം പ്രാഥമിക നിഗമനത്തിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്ന രീതിയിലായിരുന്നല്ലോ പോലീസ് എത്തിയിരുന്നത്. ഈ ഒരു അവസാന സ്ഥിരീകരണത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. എന്താണ് ഈ അപകട കാരണം എന്നത് സംബന്ധിച്ച്? അശ്വതി, അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായി ഉറങ്ങിയതാവാമെന്ന് തന്നെയാണ് നിഗമനം. കാരണം വലിയ റോഡിന്റെ സിഗ്നലുകളും മറ്റു കാര്യങ്ങളൊക്കെ അത്തരം കാര്യങ്ങളിലൊക്കെ കുഴപ്പം നമ്മൾ പറയുമ്പോൾ തന്നെ പുനർ മൂവാറ്റുപുഴ റോഡ് അടുത്തിടെയാണ് നവീകരിച്ചത്. ആ റോഡിലേക്കുള്ള വാഹനങ്ങൾ അമിത വേഗത്തിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തോന്നി മുറിഞ്ഞകല്ല് ഭാഗങ്ങളിലെല്ലാം അപകടങ്ങൾ തുടർച്ചയാവുന്ന ഒരു സാഹചര്യം. ഈ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു, മറ്റു ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. ഈ മരണമുണ്ടായ ദിവസം തന്നെ ഞായറാഴ്ച പുലർച്ചെ 4 മണിക്ക് അപകടമുണ്ടായ ആ ദിവസം തന്നെ ഒരു ടിപ്പർ ലോറി പുറകിലോട്ടെടുത്തൊരു മധ്യവയസ്കൻ മരിക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ അതേ സ്ഥലത്ത് തന്നെ ഒരു ബൈക്ക് യാത്രക്കാരൻ ബൈക്ക് നിയന്ത്രണപ്പെട്ട് തിരുവനന്തപുരം സ്വദേശിയായ ഒരു യുവാവ് മരിക്കുന്നു. അങ്ങനെ അടുപ്പിച്ച് അപകടങ്ങൾ നടക്കുന്ന ഒരു ഭാഗമാണ്. അത് പലപ്പോഴും ഈ റോഡ് നവീകരിച്ച് നല്ല വൃത്തിയായി നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കിയതിനു ശേഷം വാഹനങ്ങൾ ഇവിടെ കടന്നു പോകുമ്പോൾ അമിതമായ വേഗത, അതായത് പെട്ടെന്ന് വാഹനങ്ങളുടെ വേഗതയും ഡ്രൈവർമാരുടെ അശ്രദ്ധയും ഒക്കെയാണ് അപകടത്തിന് കാരണം. പക്ഷെ ഇത് നേരെ കുറച്ച് അനുവിനെയും അതുപോലെ തന്നെ നിഖിലിന്റെയും തിരുവനന്തപുരത്ത് പോയി കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ബിജെപി ജോർജും അനുവിന്റെയും നിഖിലിന്റെയും പിതാക്കന്മാരായ മത്തായിപ്പനും ഒപ്പം ബിജെപി ജോർജും തിരുവനന്തപുരത്ത് പോയി ഇവരെ കൂട്ടിക്കൊണ്ട് മടങ്ങി വരുന്ന സമയം പുലർച്ചെ 4 മണിയാണ്. സ്വാഭാവികം യാത്രാക്ഷീണം ഉണ്ടാവാം. ബിജെപി ജോർജാണ് വാഹനം ഓടിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ആ വരുന്ന സമയത്ത് ഒരുപക്ഷെ ക്ഷീണം കൊണ്ട് ഒരുപക്ഷെ ഉറങ്ങിയതാവാം. അത്തരം സാഹചര്യത്തിൽ ആണ് ഈ ശബരിമല തീർത്ഥാടന ബസ്സുമായി ആന്ധ്രാപ്രദേശ്
നിന്ന് വന്ന ശബരിമല തീർത്ഥാടന ബസ്സുമായി കൂട്ടിയിടിച്ച് വലിയൊരു അപകടം ഉണ്ടായും സംഭവ സ്ഥലത്ത് തന്നെ രക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവർ മരിക്കുന്ന ഒരു സാഹചര്യം. അതിന് പ്രധാനമായും ഈ കാറിന് മറ്റേ എയർ ബാഗ് സിസ്റ്റം ഒന്നും ഇല്ലാത്ത കാറായിരുന്നു. അത്തരം കാര്യങ്ങളുള്ള ഒരു ആക്സിഡന്റ് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ പ്രധാനമാണ്. അത്തരം കാര്യങ്ങളും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ ആഘാതത്തിൽ 3 പേര് സംഭവ സ്ഥലത്ത് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മത്തായിപ്പനും DGP ജോർജും ലിഖിനും സംഭവ സ്ഥലത്തും അനുവിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയെ കൊണ്ടുപോകുന്ന സമയത്തുമാണ് മരിക്കുന്നത്. അങ്ങനെ 4 ഒരു കുടുംബത്തിലെ 2 കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ ഒരു ആക്സിഡന്റോടുകൂടി പെട്ടെന്ന് ഇല്ലാതാകുന്നത് നാട്ടുകാരെ സംബന്ധിച്ചും കുടുംബക്കാരെ സംബന്ധിച്ചും ഒരു സങ്കട കാഴ്ചയായി മാറുകയാണ്. അന്ന് തന്നെ വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത പൂർണിയിലെ മല്ലശ്ശേരിയിലെ വട്ടക്കുളഞ്ഞിലെ വീട്ടിലെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അറിഞ്ഞത്. ഏതായാലും മൃതദേഹങ്ങള് വീട്ടിലെത്തിയിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ 12 മണിയോടുകൂടി നടക്കും. സഭയിലെ വൈദികന്മാര് അടക്കമുള്ള ആളുകൾ, ഭാരവാഹികള്, ബന്ധുക്കൾ ഒക്കെ നിരവധി ആളുകൾ ഈ മരണപ്പെട്ടവർക്ക് അന്തിമ ഉപചാരം അർപ്പിക്കാൻ കോന്നിയിലെ മല്ലശ്ശേരി വീട്ടിൽ 2 വീടുകളിലും മത്തായിപ്പന്റെ വീട്ടിലും ഒപ്പം DGP ജോർജിന്റെ വീട്ടിലും ഈ മൃതദേഹങ്ങൾ അന്തിമ ഉപചാരം അർപ്പിക്കാൻ കൂടെ സഹപ്രവർത്തകര്, സഭാവിശ്വാസികള്, അനുവിന്റെ ഒപ്പം പഠിച്ചവര്, നിഖിലിന്റെ സുഹൃത്തുക്കളെ, അങ്ങനെ ഒട്ടനവധി പേര് എത്തുന്ന ഒരു കാഴ്ച രാവിലെ ഉണ്ട്. സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് പങ്കുവെക്കേണ്ടി വരുന്നത്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. IPS ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് MR അജിത് കുമാറിന് DGP റാങ്ക് നൽകാനുള്ള സർക്കാർ തീരുമാനം. വകുപ്പുതല അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥരെ ഒഴിവാക്കണമെന്ന് കൃത്യമായ ചട്ടം നിലനിൽക്കെ ഇത് മറികടന്ന് പ്രത്യേക താൽപര്യമെടുത്താണ് സർക്കാർ അജിത് കുമാറിന് പരിഗണന നൽകിയതെന്ന് വ്യക്തമാണ്. വിവാദ ഉദ്യോഗസ്ഥനെ ഉയർന്ന പദവിയിലേക്ക് പരിഗണിച്ചതിൽ CPI അടക്കമുള്ള ഘടകകക്ഷികൾക്ക് കടുത്ത എതിർപ്പുണ്ട്. IPS ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളാണിത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ നിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് MR അജിത് കുമാറിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ആരെയൊക്കെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കരുത്? ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലറിൽ പറയുന്നത് ഇങ്ങനെ: സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥന് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധം. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ആരോപണമുയർന്ന് സ്ഥാനചലനമുണ്ടായ വ്യക്തിയാണ് അജിത് കുമാർ. പൂരവിവാദത്തിൽ വിജിലൻസ് അന്വേഷണം നേരിടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള വ്യക്തിക്ക് എങ്ങനെ വിജിലൻസ് ക്ലിയറൻസ് ലഭിക്കും? പരിഗണിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനുമേൽ മേലുദ്യോഗസ്ഥർ മുമ്പ് അപ്രീതി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിക്കണം. പൂരവിവാദത്തിൽ പോലീസ് മേധാവി അവിശ്വാസം രേഖപ്പെടുത്തിയ അജിത് കുമാറിനെ പരിഗണിക്കുന്നതിന് ഇത് തടസ്സമായില്ല. ഇതടക്കം MR അജിത് കുമാറിന് വെല്ലുവിളിയാകുന്ന നിരവധി നിർദ്ദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി കൈമാറുന്ന പട്ടിക സർക്കാരിന് അംഗീകരിക്കാനോ തള്ളാനോ വ്യവസ്ഥയുണ്ട്. തീരുമാനം നീട്ടിവെക്കാനും സർക്കാരിന് അധികാരമുണ്ട്. പക്ഷേ അജിത് കുമാറിന് DGP പദവി നൽകാൻ സർക്കാരിന് ഇതൊന്നും തടസ്സമായില്ല. അതായത് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാൻ സർക്കാർ കേന്ദ്രങ്ങളിൽ പ്രത്യേക താൽപര്യം പ്രകടമായെന്ന് വ്യക്തം. വിവാദ ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകിയത് ഇടത് കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടവച്ചിട്ടുണ്ട്. CPI അടക്കം ഇക്കാര്യത്തിൽ പ്രതിഷേധം പരസ്യമാക്കാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും പുതിയൊരു വിവാദത്തിലേക്ക് കടക്കുകയാണ്. ഈ MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ള വലിയ ആരോപണം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പുതിയ തീരുമാനം അത് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് എന്ന് വ്യക്തമാണ്. എന്താണ് ഇനി പ്രതിപക്ഷം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും? സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകും? അശ്വതി, തീർച്ചയായിട്ടും MR അജിത് കുമാറിനോട് സർക്കാരിനുള്ള പ്രത്യേക താല്പര്യം, പ്രത്യേക മമതയൊക്കെ നമ്മൾ നേരത്തെയും പലതവണ ചർച്ച ചെയ്തതാണ്. അതിന് കാരണം ഈ അദ്ദേഹത്തിനെതിരെ പൂരം അട്ടിമറി ആരോപണം അടക്കം ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തോട് സർക്കാർ സ്വീകരിച്ച, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച ഒരു സമീപനം തന്നെയാണ്. CPI പോലുള്ള ഘടകകക്ഷികളും CPM പോലും ശക്തമായ നടപടി പൂരം അട്ടിമറിയിൽ MR അജിത് കുമാറിന് വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുമ്പോഴും പരമാവധി വൈകിച്ച്, അന്വേഷണത്തിന്റെ പേര് പറഞ്ഞെങ്കിൽ പോലും പരമാവധി വൈകിച്ചാണ് മുഖ്യമന്ത്രി അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് തയ്യാറായത്. സസ്പെൻഷനൊക്കെ വേണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. അത്തരം നീക്കങ്ങളിലേക്ക് സർക്കാർ കടന്നതുമില്ല. ഇപ്പോൾ ഈ പ്രൊമോഷൻ നൽകുമ്പോൾ സ്വാഭാവികമായും ചട്ടങ്ങൾ പാലിച്ചാണെങ്കിൽ IPS ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ നൽകേണ്ടത്. പക്ഷേ ഇവിടെ പൂർണ്ണമായും ഈ മാനദണ്ഡങ്ങൾ, കേന്ദ്ര മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ആരോപണം ഉയർന്നത്. ആ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥർ വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ഉദ്യോഗസ്ഥർക്കും, IPS ഉദ്യോഗസ്ഥർക്കാകുമ്പോൾ കുറച്ചുകൂടി ശക്തമായ കർശനമായ നിരീക്ഷണവും പരിശോധനകളൊക്കെ ഉണ്ടാകും. അതൊക്കെ മറികടന്നാണ് ഈ വിജിലൻസ് ഡയറക്ടറേറ്റ് തന്നെ ആരോപണം ഉയർന്ന സ്ഥാനമെല്ലാം ഉണ്ടായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് വിജിലൻസ് അന്വേഷണം നിലവിലുണ്ട്. അത്തരം ഒരാൾക്ക് എങ്ങനെ സ്ഥാനക്കയറ്റം നൽകിയെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. എങ്ങനെ വിജിലൻസ് ക്ലിയറൻസ് നൽകിയെന്ന ചോദ്യമാണ് ഉയരുന്നത്. പരിഗണിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മുമ്പ് അപ്രീതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിക്കണം. അതായത് പൂരവിവാദത്തിൽ
പോലീസ് മേധാവി തന്നെയാണ് അജിത് കുമാറിന്റെ ഇടപെടലുകൾ ശരിയായിരുന്നില്ല, അതിൽ വീഴ്ചയുണ്ടായി, ജാഗ്രത കുറവുണ്ടായി, വലിയ തെറ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായെന്ന പരാമർശം നടത്തിയതും റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയതും അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന് എങ്ങനെ ഇത്ര വേഗത്തിൽ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി പ്രമോഷനുള്ള ശുപാർശ നൽകിയെന്നടക്കം നിരവധി ചോദ്യങ്ങളുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കാൻ തന്നെയാണ് സാധ്യത. പ്രതിപക്ഷത്തിന് അപ്പുറത്തേക്ക് CPIയുടെ നിലപാട് വളരെ നിർണായകമാകും. CPI MR അജിത് കുമാറിന്റെ പൂരം കലക്കൽ കൊണ്ട് ഏറ്റവും നഷ്ടമുണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടികളൊന്ന് CPI ആണെന്ന് വ്യക്തമാണ്. കാരണം അവർക്ക് ലോക്സഭയിലേക്ക് ഒരു പ്രാതിനിധ്യം ഇത്തവണ അവർ പ്രതീക്ഷിച്ചത് തൃശ്ശൂരായിരുന്നു, അതുണ്ടായില്ല. ലോക്സഭയിൽ അവരുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ CPI കടുത്ത അതൃപ്തി ആ ഘട്ടം മുതൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അജിത് കുമാറിന് പ്രമോഷൻ നൽകുന്നതിലും CPIയുടെ നിലപാടെന്നത് വളരെ നിർണായകമായിരുന്നു. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തെ ചൊല്ലി വിവാദം കൊഴുക്കുകയാണ്. നിഷേധിച്ച അമിത്ഷായും പ്രതിരോധിച്ച പ്രധാനമന്ത്രിയും രാജി ആവശ്യവുമായി മല്ലികാർജ്ജുൻ ഖർഗെയും രംഗത്ത് വന്നു. अभी एक फैशन हो गया है, अम्बेडकर 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 अम्बेडकर। इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता. അംബേദ്കർ അംബേദ്കർ എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിന് ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. ഇങ്ങനെ പറയുന്നതിന് പകരം ദൈവത്തിന്റെ പേര് ഇത്ര തവണ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം കിട്ടിയേനെ. അമിത്ഷായുടെ ഈ പരാമർശമാണ് വിവാദത്തിന് തുടക്കമിട്ടത്. അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചെന്നാരോപിച്ച പ്രതിപക്ഷം അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടു. तो हमारी डिमांड ये है कि जो व्यक्ति संविधान का शपथ लेके अंदर आता है, मिनिस्टर बनता है, मेंबर बनता है, अगर उस संविधान का अपमान करता है तो उसमें उसको कैबिनेट में रहने का कोई अधिकार नहीं है. उनको फौरन ड्रॉप करना चाहिए, बर्खास्त करना चाहिए, तभी इस देश के लोग शांत रहेंगे. അമിത്ഷായെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്ത് വന്നു. കോൺഗ്രസിന്റെ വർഷങ്ങളായുള്ള ദുഷ്പ്രവർത്തികൾ മറയ്ക്കാൻ വിദ്വേഷ നുണകൾക്ക് ആവില്ലെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ജവഹർലാൽ നെഹ്റു അംബേദ്കറെ അപമാനിച്ചെന്നും ആരോപണം. BJP ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി ആരോപണങ്ങൾ തള്ളിയ അമിത്ഷാ കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളാണ് ഉയർത്തിയത്. കോൺഗ്രസ് എക്കാലവും അംബേദ്കർ വിരുദ്ധരാണ്. ഭരണഘടനാ വിരുദ്ധരും സ്ത്രീ വിരുദ്ധരും സംവരണ വിരുദ്ധരുമാണ്. നെഹ്റുവിന് അംബേദ്കറോടുള്ള വിരോധം എല്ലാവർക്കും അറിയാവുന്നതാണെന്നും അമിത്ഷായുടെ ആരോപണം. जहां तक भारत रत्न देने का सवाल है, कांग्रेस के नेताओं ने कई बार खुद ही अपने आप को भारत रत्न दिए हैं. 55 में नेहरू जी ने खुद को भारत रत्न दे दिया, 71 में इंदिरा जी ने खुद को भारत रत्न दे दिया और 1990 में बाबा साहब को भारत रत्न तब मिला जब कांग्रेस पार्टी सत्ता में नहीं रही और भारतीय जनता पार्टी के समर्थन वाली सरकार थी. മുൻനിര നേതാക്കൾ തന്നെ വിവാദത്തിൽ കക്ഷി ചേർന്നതോടെ വരും ദിവസങ്ങളിലും വിവാദം കൊഴുക്കാൻ തന്നെയാണ് സാധ്യത. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. അംബേദ്കറെക്കുറിച്ചുള്ള പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയുള്ള പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും തുടരും. അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. അമിത്ഷായെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി മോദി 6 ട്വീറ്റുകൾ നടത്തിയതിന്റെ ആവശ്യം ആരാഞ്ഞ ഖർഗെ സുഹൃത്തുക്കളായ ഇരുവരും പരസ്പരം ചെയ്യുന്ന പാപങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നും ആരോപിച്ചു. അതേസമയം പ്രതിപക്ഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗത്തെ വളച്ചൊടിക്കുകയാണ് എന്നാണ് BJPയുടെ മറുപടി. അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിനെതിരെ ഇന്ന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. DCCകളുടെ നേതൃത്വത്തിൽ വൈകുന്നേരം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അമിത്ഷായുടെ കോലം കത്തിക്കും. അംബേദ്കറുടെ സംഭാവനകൾ മായ്ച്ചു കളഞ്ഞ് ചരിത്രം വളച്ചൊടിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനത്തും പ്രതിഷേധ പരിപാടികൾക്ക് KPCC ആഹ്വാനം ചെയ്തത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ പരിഗണിക്കുന്നതിനുള്ള JPC രൂപീകരിച്ചു. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള സമിതിയെ BJP അംഗം PP ചൌധരി നയിക്കും. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 10 പേരുമാണ് സംയുക്ത പാർലമെന്ററി സമിതിയിൽ ഉണ്ടാവുക. മുൻ കേന്ദ്രമന്ത്രിമാരായ അനുരാഗ് ഠാക്കൂർ, പർഷോത്തം രൂപാല, ഭർതൃഹരി മഹ്താബ്, അനിൽ ബലൂനി, CM രമേശ്, ബൻസൂരി സ്വരാജ്, വിഷ്ണു ദയാൽ റാം, സംബിത് പത്ര തുടങ്ങിയവരാണ് സമിതിയിൽ ലോക്സഭയിൽ നിന്നുള്ള BJP അംഗങ്ങൾ. കോൺഗ്രസിലെ മനീഷ് തിവാരിയും സുഖ്ദേവ് ഭഗത്തും, ശിവസേനയുടെ ശ്രീകാന്ത് ഷിൻഡെ, സമാജ്വാദി പാർട്ടിയുടെ ധർമ്മേന്ദ്ര യാദവ്, TMCയുടെ കല്യാൺ ബാനർജി,
DMKയുടെ TM സെൽവഗണപതി, TDPയുടെ GM ഹരീഷ് ബാലയോഗി, NCPയുടെ സുപ്രിയ സുലെ, RLDയുടെ ചന്ദൻ ചൌഹാനും ജനസേനയിലെ ബാലശോരി വല്ലഭനേനിയുമാണ് സമിതിയിലുള്ള മറ്റ് ലോക്സഭാ അംഗങ്ങൾ. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപടി കടുപ്പിച്ച സഭാ നേതൃത്വം. 4 വിമത വൈദികർക്കെതിരെ നടപടി. വൈദികരെ ചുമതലകളിൽ നിന്നും നീക്കി. ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളന് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാൻ നിർദ്ദേശം. ഇടവകകളുടെ ചുമതലയുണ്ടായിരുന്ന ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയും നടപടി. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വിമതർക്കെതിരായ നടപടിക്ക് മുന്നോടിയായി ട്രൈബ്യൂണലും രൂപീകരിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരായ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന വിമത വിഭാഗം. നടപടി കോടതി അലക്ഷ്യമെന്ന് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ. സഭാ നിയമങ്ങൾ വളച്ചൊടിക്കുന്നു, നീതി ലഭിക്കാത്തതുകൊണ്ടാണ് കോടതിയിൽ പോയതെന്നും ഫാദർ മുണ്ടാടൻ. NCPയിലെ മന്ത്രിമാറ്റ ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ. തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ താൻ എതിരല്ലെന്നും മന്ത്രി AK ശശീന്ദ്രൻ. താൻ വീണ്ടും വാർത്തയിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് ഉത്തരവിനെതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത്. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള കേസുകളിൽ മൊഴി കൊടുക്കാൻ താൽപര്യമില്ലാത്തവരെ നിർബന്ധിക്കേണ്ടതില്ലെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് ലഭിക്കുന്ന ഭീഷണി സന്ദേശങ്ങളിൽ നടപടി സ്വീകരിക്കാൻ നോഡൽ ഓഫീസർ നിയോഗിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ചലച്ചിത്ര മേഖലയിൽ ഇടക്കാല മാതൃകാ പെരുമാറ്റച്ചട്ടം മാർഗനിർദ്ദേശങ്ങളിലൂടെ നടപ്പാക്കണമെന്ന WCCയുടെ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണ പുരോഗതി കഴിഞ്ഞ തവണ SIT ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, ഗുഡ് മോർണിംഗ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇന്ന് വരുന്നുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കേസുകൾ? ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ തവണ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ നിരവധി കാര്യങ്ങൾ സർക്കാരിനോട് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിലൊന്ന് ഇതുവരെ എടുത്ത കേസുകളുടെ പുരോഗതി അത് ഏതു വിധത്തിലാണ് എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കഴിഞ്ഞ തവണ തന്നെ SIT സംഘം ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണവും അതിന്റെ ബന്ധപ്പെട്ട പുരോഗതികളും ഒക്കെ കോടതിയിൽ വിശദീകരിച്ചിരുന്നു. ഇന്ന് എന്തായാലും വീണ്ടും അതിന്റെ ഒരു സമഗ്രമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് WCCയുടെ ഒരു ഹർജി കൂടി ഇന്ന് കോടതിക്ക് മുന്നിൽ എത്തുന്നുണ്ട്. അതിൽ പറയുന്നത് ചലച്ചിത്ര മേഖലയിലെ ഇടക്കാല മാതൃകാ പെരുമാറ്റച്ചട്ടം മാർഗനിർദ്ദേശങ്ങളിലൂടെ നടപ്പിലാക്കണം എന്നുള്ളൊരു ഹർജി കൂടി ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. ഇതിലെന്തായിരിക്കും ഹൈക്കോടതിയുടെ തീരുമാനം? സർക്കാരിനോട് ഈ സിനിമാ മേഖലയിലെ ഒരു പൊതു പെരുമാറ്റച്ചട്ടം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ ഹൈക്കോടതി ആവശ്യപ്പെടുമോ എന്നാണ് ഇന്ന് നോക്കിക്കാണേണ്ടത്. മറ്റൊന്ന്, ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് ലഭിക്കുന്ന ഭീഷണി സന്ദേശങ്ങളിൽ നടപടി സ്വീകരിക്കാൻ നോഡൽ ഓഫീസറെ നിയോഗിക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചോ? എത്ര ഭീഷണി സന്ദേശങ്ങൾ അല്ലെങ്കിൽ എത്ര പരാതികളാണ് ഇതിൽ ലഭിച്ചത്? ഇതിലെല്ലാം കഴമ്പുണ്ടോ? കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് സർക്കാർ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം സുപ്രീം കോടതിയിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നുണ്ട്. ഇനിയും പുറത്തുവിടാനുള്ള ഭാഗങ്ങളുണ്ട്. അതിൽ ഈ ഇരയാക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ ആരോപണ വിധേയരായവരുടെ പേരുകൾ അത് പറയരുതെന്ന് അത് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയാണ്
സജിമോൻ പാറയിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഇന്നും വിശദമായിട്ടുള്ള വാദം കേൾക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഹൈക്കോടതിയിൽ ഈ ഒരു ഹർജി തള്ളിയിരുന്നു. അതിനെ തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ സജിമോൻ പാറയിൽ തയ്യാറായത്. ഹൈക്കോടതിയിൽ നമുക്കറിയാം ഈ എമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആരോപണ വിധേയരായ ആളുകളുടെ പേരുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിനെതിരെയും വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും അത് പുറത്തുവിടുന്നതിൽ ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് ഈ വിവരാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും വീണ്ടും പരാതി ഉന്നയിക്കുന്ന രീതികളൊക്കെ വരുന്നുണ്ട്. എന്നാലും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഈ എമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സുപ്രധാനപ്പെട്ട ഹർജികളൊക്കെ ഇന്നായിരിക്കും പരിഗണിക്കുക. അശ്വതി. ശരി നവമി, ഒന്ന് തുടരണം. ജൂനിയർ നടിയുടെ പരാതിയിലെടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അമ്മ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സിനിമയിൽ അവസരവും അമ്മയിൽ അംഗത്വവും ലഭിക്കാൻ ലൈംഗിക താൽപര്യത്തോടെ ഇടപെട്ടു എന്നാരോപിച്ച് കോഴിക്കോട് സ്വദേശിനിയായ നടി നൽകിയ പരാതിയിലെടുത്ത കേസിലെ തുടർ നടപടികൾ നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. അമ്മയുടെ അംഗത്വത്തിന് ഫീസ് 2 ലക്ഷമാണെന്നും അഡ്ജസ്റ്റ് ചെയ്താൽ ഈ തുക നൽകേണ്ടതില്ലെന്നും ഹർജിക്കാരൻ പറഞ്ഞെന്നുമാണ് ജൂനിയർ നടിയുടെ പരാതി. നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മറ്റൊരു കോടതി വാർത്തയുള്ളത് ആന എഴുന്നള്ളിപ്പിലെ നിയന്ത്രണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ സുപ്രീം കോടതി നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. എഴുന്നള്ളിപ്പിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് NK സിംഗ് എന്നിവരുടെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ഉത്തരവനുസരിച്ച് പൂരം നടത്താനാവില്ലെന്നും നിർദ്ദേശങ്ങൾ പലതും അപ്രായോഗികമാണെന്നുമാണ് ഇരു ദേവസ്വങ്ങളുടെയും വാദം. ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ച് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഹർജികളിൽ വാദം കേൾക്കുന്നത്. ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തുന്നതിൽ മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണം എന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, ഈ ആന എഴുന്നള്ളിപ്പിന്റെ കാര്യത്തിൽ ദേവസ്വങ്ങൾ ഒരു ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും ഒരു ഇളവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, അത്തരത്തിലൊരു ഇളവ് ലഭിക്കുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഹൈക്കോടതി വരെ ഇതിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വലിയ നിയമലംഘനങ്ങൾ നടക്കുന്നതായി ഹൈക്കോടതി സ്വമേധയാ നിരീക്ഷിച്ച ഒരു സാഹചര്യമുണ്ടായി. കാരണം ഈ ആനകളെ ഈ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ ആന വിരളുന്ന പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആളുകൾ മരണപ്പെടുന്നു, അങ്ങനെ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ ആനയെ എഴുന്നള്ളിപ്പിനെത്തിക്കുമ്പോൾ ആളുകളും ആനയുമായി പാലിക്കേണ്ട ദൂരം, ഈ തീവെട്ടിയും ആനയുമായി പാലിക്കേണ്ട ദൂരം, ആനയെ എത്ര ദൂരം നടത്തണം, അങ്ങനെ നിരവധി നിർദ്ദേശങ്ങൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു. പക്ഷെ ഈ ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശം വന്നതിനു ശേഷവും ഈ അമ്പലങ്ങളിൽ ഉത്സവം നടത്തുമ്പോൾ ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കുന്നില്ല എന്നും ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. അതിൽ ഏറ്റവും ഉദാഹരണമായിരുന്നു തൃപ്പൂണിത്തറയിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിയ വലിയ ഒരു നിയമലംഘനം അവിടെ കണ്ടെത്തിയതായി. രാത്രി നടന്ന ആന എഴുന്നള്ളിപ്പിൽ വലിയ നിയമലംഘനം ഉണ്ടതായി വനം വകുപ്പ് കണ്ടെത്തുകയും അത് കോടതിയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് കടുത്ത നടപടികളുമായി ഹൈക്കോടതി മുന്നിലോട്ട് പോകുന്നത്. അതിൽ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ത് മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം മുന്നോട്ട് പോകാൻ എന്നതിൽ എന്താണ് ഇവരുടെ വിശദീകരണം എന്ന കാര്യങ്ങളായിരുന്നു, ദേവസ്വം ബോർഡിന്റെ വിശദീകരണം എന്നതായിരുന്നു ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഈ തിരുവമ്പാടി ദേവസ്വം ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിലും ഇതിലൊരു ഇളവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ ആന എഴുന്നള്ളിക്കുമ്പോൾ എന്ത് രീതിയിലുള്ള ഇളവാണ് ഇവർ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എന്ത് ഇളവാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്നതിലും കൃത്യമായിട്ടുള്ളൊരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ സുപ്രീം കോടതിയും ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ ഏത് വിധത്തിലായിരിക്കും സുപ്രീം കോടതി ഇതിലൊരു ഉത്തരവുണ്ടാവുക, ഏതെങ്കിലും ഇളവുകൾ നൽകുമോ, അല്ലെങ്കിൽ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് തന്നെ, നിർദ്ദേശങ്ങൾ തന്നെ പാലിക്കണം എന്ന് തന്നെ ആയിരിക്കുമോ സുപ്രീം കോടതിയും പറയുക എന്നതായിരിക്കും ഒറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഈ പൂരപ്രേമികളെ സംബന്ധിച്ച്, ആനപ്രേമികളെ സംബന്ധിച്ച് ഇത് ഏറ്റവും നിർണായകമായ ഒരു കാര്യം കൂടിയാണ്. അശ്വതി. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമല വാർത്തകൾ.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഇന്നലെ 76,001 ഭക്തർ ദർശനം നടത്തി. രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഭക്തർ അത്രത്തോളം ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയും നല്ല തിരക്ക് തുടരുകയാണ്. രാവിലെ 6 മണിവരെ 23,309 ഭക്തർ മല കയറി. ജി ശ്രീജിത്ത് ചേരുന്നു സന്നിധാനത്ത് നിന്നും. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. തിരക്ക് ഇപ്പോൾ എങ്ങനെയാണ് അവിടെ? ഗുഡ് മോർണിംഗ് അശ്വതി. രാവിലെ എല്ലാ ദിവസവും നല്ല തിരക്ക് തന്നെയുണ്ട്. ഇന്നിപ്പോൾ നോക്കിയാലും നല്ല തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഉഷപൂജയ്ക്ക് നട അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ ദർശനത്തിന് സൗകര്യമില്ല. എന്തായാലും അല്പസമയത്തിന് ശേഷം ഇതിനുശേഷം ശീവേലി ഉണ്ടാകും. എന്തായാലും കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ രാവിലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 മണിയോടുകൂടി തന്നെ 27,000-ഓളം ഭക്തർ ദർശനത്തിന് എത്തിയിരുന്നു. ഇന്നും സമാനമായ രീതിയിലാണ് കണക്കുകൾ. അതായത് 6 മണി വരെ തന്നെ 23,000-ൽ പരം ആളുകൾ എത്തിയിരുന്നു. ഇന്നലെ പക്ഷെ ഉച്ചയ്ക്ക് ശേഷമുള്ള തിരക്ക് കുറവായിരുന്നു എന്ന് തന്നെ എടുത്തു പറയാം. അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം സാധാരണഗതിയിൽ ഇന്നലെ ഒരു 85,000-ഓളം പേരെങ്കിലും എത്തേണ്ട ദിവസമാണ് സാധാരണ രാവിലത്തെ ഒരു തിരക്കിന്റെ ആവറേജ് കണക്ക് നോക്കി കഴിഞ്ഞാൽ. പക്ഷേ അത്രത്തോളം ആളുകൾ ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടിയൊക്കെ തിരക്ക് വല്ലാതെ കുറഞ്ഞു. മണിക്കൂറിൽ ഏതാണ്ട് 2,000-ഓളം ആളുകൾ മാത്രമാണ് ഇന്നലെ സന്നിധാനത്ത് ഉച്ചയ്ക്ക് ശേഷം ദർശനം നടത്തിയത്. എന്തായാലും ഇന്നലെ മുതൽ കാനനപാത, അതായത് എരുമേലി വഴിയുള്ള കാനനപാത വഴിയുള്ള തീർത്ഥാടകർക്ക് ഇവിടെ പ്രത്യേക സൗകര്യം നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് ഇന്നും ഫലത്തിൽ തുടരുകയാണ്. അത് ഭക്തരെ സംബന്ധിച്ച് ഏറെ ഗുണകരമായ ഒന്നായി മാറി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ശബരിമലയിൽ ഉഷപൂജ തുടങ്ങുന്നു. വൈകാതെ ആ പൂജ പൂർത്തിയാകാം. അതിനുശേഷമായിരിക്കും ഇനി ഭക്തർക്ക് ദർശനമുണ്ടാകുക. അശ്വതി. ശരി, ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ആചാരപ്പെരുമയിൽ മണർകാട് സംഘം അയ്യപ്പന് പണക്കിഴി സമർപ്പിച്ചു. 40-അംഗ സംഘമാണ് ബുധനാഴ്ച സന്നിധാനത്ത് കിഴി സമർപ്പിച്ചത്. ദശാബ്ദങ്ങൾക്ക് മുൻപ് കാനനപാത വഴി സന്നിധാനത്തെത്തുന്ന തന്ത്രിക്കും മേൽശാന്തിക്കും അകമ്പടി സേവിച്ചിരുന്നത് മണർകാട് സംഘമായിരുന്നു. മണർകാട് ഭഗവതി ക്ഷേത്രത്തിലെ അയ്യപ്പ സന്നിധിയിൽ നിന്ന് കെട്ടുമുറുക്കി എരുമേലി കാനനപാതയിൽ കൂടി സംഘം സന്നിധാനത്തെത്തി. നീലപ്പട്ട് വിരിച്ച് 28 കരകളിലെ ഭക്തർ സമർപ്പിച്ച കാണിക്ക സന്നിധാനത്തെ സോപാനപ്പടിയിൽ സമർപ്പിച്ചു. ഉച്ചപൂജയോടെയായിരുന്നു സമർപ്പണം. പൂർവ്വകാലത്ത് മകരസംക്രമത്തോട് കൂടിയാണ് ഞങ്ങൾ പൂർവ്വീയർ വന്നുകൊണ്ടിരുന്നത്. അവരെ അന്ന് ശബരിമല ക്ഷേത്രത്തിലെ നട തുറക്കണമെന്ന്, അന്ന് മകരവിളക്ക് മാത്രമേ ഉള്ളൂ. അന്ന് മേശാന്തിയും തന്ത്രിയും ഒക്കെ കൊണ്ടുവരുന്നൊരു സംഘമായിരുന്നു. അങ്ങനെ ഈ പരമ്പരാഗത റൂട്ടിൽ കൂടിയാണ് അവരിന്ന് വന്ന് പമ്പയിൽ വന്ന് തങ്ങും, വഞ്ചിബൂട്ടിൽ വന്ന് തങ്ങും. ആ ഒരു അനുസ്മരണമാണ് ഞങ്ങളുടെ അന്ന് മേശാന്തിയും തന്ത്രിയും ഒക്കെ കൊണ്ടുവരുന്ന ഒരു പൂർവീയ ആചരണം ആണ് ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. ആ ആചരണമാണ് അത് അയ്യപ്പനുള്ള കാലം തൊട്ടേ ഉള്ളതായിട്ടാണ് പറയുന്നത്. മകരവിളക്ക് ഉത്സവത്തിനായി മാത്രം നട തുറന്നിരുന്ന കാലത്ത് കാനനപാതയിലൂടെ തന്ത്രിയും മേൽശാന്തിയും എത്തിയപ്പോൾ അകമ്പടി നൽകിയിരുന്നത് മണർകാട് സംഘമായിരുന്നു. പൂജാ സമയങ്ങളിലടക്കം മാറ്റം വന്നതോടെ പഴയ രീതികൾ മാറി. ദേവപ്രശ്നത്തിൽ എല്ലാ വർഷവും കിഴി സമർപ്പിക്കണമെന്ന് നിർദ്ദേശം വന്നതോടെയാണ് മണർകാട് സംഘം 1995 മുതൽ ഈ രീതി സ്വീകരിച്ചത്. ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ചോദ്യപേപ്പർ ചോർച്ച അന്വേഷണം അധ്യാപകരിലേക്ക്. 3 എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. ചോദ്യപേപ്പർ ചോർന്നത് ഇവരിലൂടെ എന്നാണ് സംശയം. MS അനീഷ് കുമാർ ചേരുന്ന ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അനീഷ്, ആ വഴിയിലേക്ക് തന്നെ അന്വേഷണം എത്തുന്നു. അധ്യാപകരുടെ ട്യൂഷൻ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഒരു ട്രാക്ക് ഏതാണെന്ന് ഇപ്പോൾ അനാവരണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. 3 എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരെയാണ് ക്രൈംബ്രാഞ്ച് ഇന്നലെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇവരിൽ നിന്നും വിവരങ്ങൾ തേടിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൊടുവള്ളി തന്നെയുള്ള ചക്കാലക്കൽ
ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു അധ്യാപകനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം കൊടുവള്ളി സ്വദേശിയാണ് ഈ MS സൊല്യൂഷൻസിന്റെ ഉടമയായ ഷുഹൈബ്. അതുകൊണ്ട് അത്തരം ആ മേഖലകളിലേക്ക് അന്വേഷണം ഒതുങ്ങുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കാൻ കഴിയുന്ന വിവരം. മറ്റ് 2 എയ്ഡഡ് സ്കൂളുകളും ഏതാണ്ട് കൊടുവള്ളിക്ക് സമീപ പ്രദേശങ്ങളിൽ ഉള്ള സ്കൂളുകളാണ് എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. അതുകൊണ്ട് ചോർച്ചയുടെ ഒരു പാത തിരിഞ്ഞു പോകുമ്പോൾ അത് എത്തുന്നത് ഈ എയ്ഡഡ് സ്കൂൾ അധ്യാപകരിലേക്കാണ് എന്നത് നമുക്ക് ഏതാണ്ടൊരു വ്യക്തതയിലേക്ക് വരുന്നു. സർക്കാർ അധ്യാപകരുടെ ഒരു പിന്തുണ ഉണ്ടാവും എന്നൊരു കണക്കൂട്ടൽ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ അന്വേഷണം ഇപ്പോൾ എയ്ഡഡ് സ്കൂൾ അധ്യാപകരിലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ് ഏറെ കൗതുകരമായ കാര്യം. ഒപ്പം ഈ എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും അവധിയെടുത്ത് ദീർഘനാളുകളിലേക്ക് അവധിയെടുത്ത് ഈ സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളിൽ അല്ലെങ്കിൽ കോച്ചിങ് സെൻ്ററുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെ കുറിച്ചുള്ള വിവരങ്ങളും ഇതിനകം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത്തരം ആളുകളെയും ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘമുള്ളത്. നേരത്തെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് DD അടക്കമുള്ള ആളുകളിൽ നിന്നും, അതായത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുത്തിരുന്നു. അവരൊക്കെ ഈ ചോദ്യപേപ്പർ ചോർച്ച നടന്നതായി സ്ഥിരീകരിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ മൊഴി നൽകിയത്. പക്ഷേ ആരാണ് ചോർത്തിയത്, അല്ലെങ്കിൽ അധ്യാപകർക്ക്, സർക്കാർ അധ്യാപകർക്ക് ഈ കൃത്യമായി പങ്കുണ്ടോ എന്നതിനെക്കുറിച്ചും തങ്ങൾ കൃത്യമായി അറിയില്ല എന്ന വിവരമാണ് നൽകിയത്. എന്തായാലും അതിൻ്റെ ഒരു തുടർച്ചയായി എന്നവണ്ണം തന്നെയാണ് ഇപ്പോൾ ഈ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടത്തിലെ നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. കാരണം ഈ അധ്യാപകരും ഈ MS സൊല്യൂഷൻസിലെ ഈ ഷുഹൈബ് അടക്കമുള്ള ആളുകളും തമ്മിൽ എന്താണ് ബന്ധം, അവർ തമ്മിൽ ഫോൺ സംഭാഷണമുണ്ടോ അല്ലെങ്കിൽ പണത്തിൻ്റെ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ പരിശോധിക്കും. വരും മണിക്കൂറുകളിൽ കൂടുതൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കും. ഈ ചോദ്യപേപ്പറിൻ്റെ ചോർച്ച ഉണ്ടായത് എങ്ങനെയെന്നൊരു കൃത്യമായ തലത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങുമെന്ന് തന്നെ നമുക്ക് കരുതാം. അശ്വിനി, ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്ക് നീളുന്നു എന്ന വാർത്തയാണ്, വിവരങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്. ഇതിനിടെ ഒരു ദുഃഖകരമായ വാർത്ത പുറത്തുവരുന്നു. നടി മീന ഗണേഷ്, സിനിമ സീരിയൽ താരം മീന ഗണേഷ് നമ്മളെ വിട്ടുപിരിഞ്ഞു എന്ന വാർത്ത വരുന്നു. അതിലേക്ക് വിശദമായി എത്താം ഇടവേളയ്ക്ക് ശേഷം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപടി കടുപ്പിച്ച സഭാ നേതൃത്വം. 4 വിമത വൈദികർക്കെതിരെ നടപടി. വൈദികരെ ചുമതലകളിൽ നിന്നും നീക്കി. ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളന് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാൻ നിർദ്ദേശം. ഇടവകകളുടെ ചുമതലയുണ്ടായിരുന്ന ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയും നടപടി. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വിമതർക്കെതിരായ നടപടിക്ക് മുന്നോടിയായി ട്രൈബ്യൂണലും രൂപീകരിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരായ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന വിമത വിഭാഗം. നടപടി കോടതി അലക്ഷ്യമെന്ന് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ. സഭാ നിയമങ്ങൾ വളച്ചൊടിക്കുന്നു, നീതി ലഭിക്കാത്തതുകൊണ്ടാണ് കോടതിയിൽ പോയതെന്നും ഫാദർ മുണ്ടാടൻ. NCPയിലെ മന്ത്രിമാറ്റ ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ. തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ താൻ എതിരല്ലെന്നും മന്ത്രി AK ശശീന്ദ്രൻ. താൻ തടസ്സം നിൽക്കില്ല, പക്ഷെ പാർട്ടിക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണം. ശരത് പവാറുമായി തോമസ് കെ തോമസ് നടത്തിയത് സ്വകാര്യ സംഭാഷണമായിരുന്നെന്നും വിശദാംശം അറിയില്ലെന്നും ശശീന്ദ്രൻ. ശരത് പവാർ വിളിച്ചിട്ടാണ് ദില്ലിയിൽ പോയി അദ്ദേഹത്തെ കണ്ടതെന്ന് തോമസ് കെ തോമസ് MLA. മുഖ്യമന്ത്രിയെ ഉടൻ കാണും. മന്ത്രിമാറ്റത്തിൽ പാർട്ടി തീരുമാനം നടപ്പാകില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും തോമസ് കെ തോമസ്. മന്ത്രി ആരെന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കും. അനാവശ്യ വിവാദങ്ങൾക്കില്ലെന്നും തോമസ് കെ തോമസ്. ദേശീയ തലത്തിലല്ല, സംസ്ഥാന LDFന് മുന്നിൽ വരേണ്ട വിഷയമാണ് NCP മന്ത്രിമാറ്റ ചർച്ചകളെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. AK ശശീന്ദ്രൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മന്ത്രിയാണ്. കോഴ ആരോപണത്തിൽ അഭിപ്രായം പറയുന്നില്ലെന്നും TP രാമകൃഷ്ണൻ. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് 132.62 കോടി രൂപ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിനെതിരെ ഹൈക്കോടതി. 2016-17 വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നതെന്ന് കോടതി ചോദിച്ചു. വയനാട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്രം ഇക്കാര്യം ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നുവെന്ന് ഹൈക്കോടതി. MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിനായി മെഡിക്കൽ കോളേജിന് നൽകാമെന്ന് ഹൈക്കോടതി. മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടു നൽകണമെന്ന പെൺമക്കളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത നടപടി കോടതി ശരിവച്ചു.
കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ കിടങ്ങ് നിർമ്മാണം തുടരുന്നു. 8 കിലോമീറ്റർ ദൂരത്തിലാണ് കിടങ്ങ് നിർമ്മിക്കുന്നത്. ഫെൻസിംഗും വേഗത്തിലാക്കും. തെരുവ് വിളക്കുകൾ ഉടൻ സ്ഥാപിക്കും. കുട്ടമ്പുഴ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ വനം വകുപ്പിനെതിരെ കോതമംഗലം രൂപത. ജനങ്ങളെ ഉദ്യോഗസ്ഥർ ദ്രോഹിക്കുകയാണെന്ന് കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. 27-ന് ചേരുന്ന യോഗത്തിൽ സമരത്തിന്റെ കാര്യത്തിൽ തീരുമാനമെന്നും ബിഷപ്പ്. തൃശൂർ പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുലർച്ചെ 4 മണിക്കിറങ്ങിയ കാട്ടാന കൃഷിയിടങ്ങളിൽ നിലയുറപ്പിക്കുകയായിരുന്നു. രാവിലെ ടാപ്പിങ്ങിനെത്തിയ തോട്ടം തൊഴിലാളികൾ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. അതിരപ്പിള്ളി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. വെറ്റിലപ്പാറ 14-ലാണ് വീണ്ടും കാട്ടാന എത്തിയത്. കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മാനാടൻ വർഗീസ്, കൈതവളപ്പിൽ ശശി എന്നിവരുടെ കൃഷിയിടങ്ങളാണ് നശിപ്പിച്ചത്. തൃശൂർ പാലപ്പിള്ളി ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി. പാലപ്പിള്ളി KFRIക്ക് സമീപമാണ് കടുവയെ കണ്ടത്. റോഡ് മുറിച്ച് കശുമാവിൻ തോട്ടത്തിലേക്ക് കടുവ കയറിയതായി പ്രദേശവാസികൾ പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. നിരീക്ഷണ ക്യാമറകളും കൂടും സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ആലപ്പുഴയിൽ ഗുരുതര വൈകല്യങ്ങളുമായി ജനിച്ച കുട്ടിക്ക് സർക്കാർ സംരക്ഷണം തുടരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുട്ടിക്ക് ഇപ്പോൾ കിട്ടിയ ഒരു ദുഃഖകരമായ വാർത്തയിലേക്കാണ്. നടി മീന ഗണേഷ് അന്തരിച്ചു. ഷൊർണൂർ PK ദാസ് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. 81 വയസ്സായിരുന്നു. നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരമാണ് മീന ഗണേഷ്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, നന്ദനം, മീശമാധവൻ, കരുമാടിക്കുട്ടൻ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പ്രശസ്ത നാടക കലാകാരൻ AN ഗണേഷാണ് മീന ഗണേഷിന്റെ ഭർത്താവ്. വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, നമുക്കറിയാം അവസാന നാളുകളിൽ വലിയ ദുരിതത്തിലായിരുന്നു. കുറേയധികം അസുഖങ്ങൾ ഉണ്ടായിരുന്നു, അലട്ടിയിരുന്നു. മാനസികമായും വല്ലാത്ത പ്രയാസത്തിലായിരുന്നു. സിനിമകളിലൊന്നും അഭിനയിച്ചിരുന്നില്ല കഴിഞ്ഞ 4 വർഷങ്ങളായി. എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? തീർച്ചയായും മലയാള സിനിമാ ലോകത്ത് തന്നെ വലിയൊരു വേദനയിലാഴ്ത്തിയാണ് പ്രശസ്ത നടി മീന ഗണേഷ് ഇവിടെ വാങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഷൊർണൂർ PK ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. നിരവധി കഥാപാത്രങ്ങൾ ഇക്കണ്ട കാലയളവിൽ മലയാള സിനിമയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. 82 വയസ്സായിരുന്നു മരിക്കുമ്പോൾ. വാസന്തി, ലക്ഷ്മി പിന്നെ ഞാനും, നന്ദനം, മീശമാധവൻ, കരുമാടിക്കുട്ടൻ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളാണ് കാഴ്ചവെച്ചത്. എന്നും പ്രേക്ഷക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വേഷങ്ങളായിരുന്നു അവയെല്ലാം. ആരോഗ്യപരമായ കാരണങ്ങളാൽ കുറച്ചു വർഷങ്ങളായി അഭിനയ രംഗത്തുനിന്നും മാറി നിൽക്കുകയായിരുന്നു മീന ഗണേഷ്. നാടകരംഗത്ത് സജീവമായിരുന്ന മീന ഗണേഷ് 1976-ലാണ് ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നത്. മഴമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തിലേക്ക് എത്തുന്നത്. പിന്നെ 91-ൽ മുഖചിത്രം എന്ന ചിത്രത്തിൽ പാത്തുമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സജീവമായി മലയാള സിനിമയിൽ. ഇക്കണ്ട കാലയളവിൽ 100-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവർ. വാസന്തിയും ലക്ഷ്മി പിന്നെ ഞാനും, വാൽക്കണ്ണാടി, നന്ദനം, മീശമാധവൻ തുടങ്ങിയ സിനിമകളിലെ വേഷങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധ നേടിയിരുന്നു. എന്തുതന്നെയാലും മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടമാണ് മീന ഗണേഷിന്റെ വിടവാങ്ങൽ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അശ്വതി, അതാണ്. എന്തായാലും മീന ഗണേഷിനെ കുറിച്ച് പറയുമ്പോൾ അവർ അവസാന നാളുകളിൽ വലിയ ദുഃഖത്തിലായിരുന്നു, വലിയ പ്രയാസത്തിലായിരുന്നു എന്നുള്ളതാണ്. സാമ്പത്തികമായി പോലും വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ അവരുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. കലാഭവൻ മണിയുമായി നമുക്കറിയാം നിരവധി സിനിമകൾ കലാഭവൻ മണിയുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കലാഭവൻ മണിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. കലാഭവൻ മണിയുടെ വിയോഗമൊന്നും താങ്ങാനാകുന്നില്ല തനിക്ക് എന്ന് മീന ഗണേഷ് നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഒപ്പം ഈ സമയത്ത് എൻ്റെ മണി ഉണ്ടായിരുന്നെങ്കിൽ എന്നതടക്കമുള്ള അവരുടെ വാക്കുകൾ, ഇനി എനിക്ക് ജീവിക്കേണ്ട, മുന്നോട്ട് പോകണ്ട എന്ന് പല അവസരങ്ങളിലും മീന ഗണേഷ് പറഞ്ഞിരുന്നു. കാരണം പരസഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ. സിനിമ അഭിനയം നടക്കുന്നില്ല, അതിന് ഞാൻ ഇപ്പോൾ എനിക്ക് പറ്റുന്ന അവസ്ഥയിലല്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായും ഏറെ പ്രയാസത്തിലായിരുന്നു. ഇപ്പോൾ അവർ മരിച്ചു എന്ന വാർത്ത അത് പുറത്തു വരികയാണ്. ഉച്ച കഴിഞ്ഞ് ഷൊർണൂരിലാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അറിയുന്നു.
വിഷ്ണു, ഈ മീന ഗണേഷ് ആശുപത്രിയിലായിരുന്നു നേരത്തെ, അതോ അസുഖബാധിതയായി പെട്ടെന്ന് കൊണ്ടുപോയതാണോ? അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശരി, എന്തായാലും മീന ഗണേഷ് അന്തരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിരവധി സിനിമകൾ, അഭിനയിച്ച സിനിമകൾ, 100ഓളം സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം മലയാളി പ്രേക്ഷകന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. ദുഷ്ടയായ അമ്മയായും നെഗറ്റീവ് റോളുകളും ഏതുമാകട്ടെ, ഹാസ്യമായാലും നന്ദനത്തിലൊക്കെ നമുക്കറിയാം നിരവധി ഡയലോഗുകളിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച അമ്മയാണ് ഇപ്പോൾ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. മീന ഗണേഷ് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിരവധി സീരിയലുകളിലും ഈ സിനിമ അതിനുശേഷം അഭിനയിച്ചിരുന്നു. പിന്നീട് അസുഖബാധിതയായ ശേഷം അഭിനയ രംഗത്തേക്ക് വരാൻ കഴിയുന്നില്ല തനിക്ക്, എങ്കിലും വലിയ ബുദ്ധിമുട്ടിലാണ് എന്ന രീതിയിലൊക്കെ മീന ഗണേഷ് പ്രതികരിച്ചിരുന്നു. ഈ അവസാന നാളുകളിൽ ഒരു വർഷങ്ങളായ 5-6 വർഷങ്ങളായി ഇപ്പോൾ ഒരിടത്തും അഭിനയത്തിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നു. കുടുംബവുമായും അത്ര രസത്തിലല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവരെ സഹായിക്കാൻ അവസാന നാളുകളിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ അവരുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഹരികൃഷ്ണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, 100-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും നമുക്ക് ആ മുഖത്തെ ഭാവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ അമ്മയാണ് ഇപ്പോൾ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഹരിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങളൊക്കെ ഏതൊക്കെയാണ്? പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കലാഭവൻ മണി എന്ന നടനുമായി മീന ഗണേഷിനുണ്ടായിരുന്ന ഒരു ആത്മബന്ധം എന്ത് അവസാന നാളുകളിൽ പോലും മീന ഗണേഷ് ഓർത്തിരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം 6 ചിത്രങ്ങളാണ് കലാഭവൻ മണിയോടൊപ്പം തന്നെ മീന ഗണേഷ് അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീന ഗണേഷ് എന്ന പേര് നമ്മൾ ആദ്യം ഓർത്തെടുക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ചിത്രം തന്നെ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനുമാണ്. അത് നിസ്സംശയം പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 200ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും കലാഭവൻ മണിയുമായുള്ള ആ ചിത്രത്തിൽ തന്നെയുള്ള രംഗങ്ങൾ ഇപ്പോഴും നമ്മൾ നൊമ്പരപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ മീന ഗണേഷ് എന്ന അഭിനേത്രിയുടെ ഒരു വൈവിധ്യം അതിൽ ആ സിനിമയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ കോമഡി കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ മറ്റൊരു അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത്. കാരണം ആ സമയത്തൊക്കെ പ്രത്യേകിച്ച് ക്യാരക്ടർ ആർട്ടിസ്റ്റുകളായിട്ട് മാറുമ്പോൾ അതിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതെ അതിൽ നിന്ന് മാറി കോമഡി വേഷങ്ങളും നൊമ്പരപ്പെടുത്തുന്ന വേഷങ്ങളും ഒക്കെ തന്നെ മീന ഗണേഷ് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. 200ഓളം സിനിമകളിൽ അഭിനയിച്ചു. അതോടൊപ്പം തന്നെ സീരിയൽ പരമ്പരകളിലൊക്കെ തന്നെ മീന ഗണേഷ് സജീവമായിരുന്നു. അതിന് പിന്നാലെയാണ് തീരെ വയ്യാതെയാവുകയും സിനിമ ജീവിതത്തിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുന്ന ഒരു കാഴ്ചയിലേക്കും മാറുന്നത്. നാടകത്തിലൂടെ സിനിമയിലേക്ക് വന്ന നടിയാണ്. നാടക വേദികളിൽ തന്നെ ആയിരുന്നു മീന ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടവും കൂടി ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് പ്രണയിക്കുന്നതും ഭർത്താവുമായിട്ടുള്ള ജീവിതം ആരംഭിക്കുന്നതും 39 വർഷത്തോളമുള്ള ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നതും ഒക്കെ തന്നെ ആ നാടക ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു മീന ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് സിനിമകളിലേക്ക് വന്നപ്പോഴേക്കും ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ എന്ന റോളിലേക്ക് തന്നെ മീന ഗണേഷ് മാറുകയും ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന കൈനീട്ടത്തിലാണ് മീന ഗണേഷ് തൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് മീന ഗണേഷ് അവസാനമായ ഒരു അഭിമുഖം നൽകിയത്. ആ അഭിമുഖത്തിൽ കൃത്യമായി പറയുന്നൊരു കാര്യം അമ്മയിൽ നിന്ന് ലഭിച്ച കൈനീട്ടം കൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം തന്നെ ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരാളോട് പോയി സഹായം ചോദിക്കാൻ താല്പര്യമില്ല. അതോടൊപ്പം തന്നെ കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് മീന ഗണേഷ് എടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ വ്യക്തമാണ് ഇരുവരും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച്, ഇരുവരും തമ്മിൽ എത്രമാത്രമായിരുന്നു ഒരു ആത്മബന്ധം എന്നത് സംബന്ധിച്ചും ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ സിനിമാ മേഖലയിൽ നിന്ന് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സിനിമകളായ വാസന്തി ലക്ഷ്മി ഞാനുമായിക്കോട്ടെ, നന്ദനമായിക്കോട്ടെ, അങ്ങനെ ഈ എടുത്തു പറയുന്ന സിനിമകൾ, കരുമാടിക്കുട്ടൻ ഉൾപ്പെടെയുള്ള സിനിമകൾ വേദിയിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോഴുള്ള ഒരു ഗുണം എപ്പോഴും നമ്മളൊരു പ്ലസ് ആയി പറയുന്ന കാര്യം അത് മീന ഗണേഷിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ക്യാമറ മുന്നിലുണ്ട് എന്ന് നമുക്ക് തോന്നാത്ത രീതിയിലുള്ള അഭിനയം. അത് ഹരി പറഞ്ഞതുപോലെ അത് കോമഡി ആയാലും അത് സങ്കടമായാലും എന്തായാലും അത് അങ്ങനെ തന്നെ ചെയ്തു വെക്കുന്ന ഒരു നടി കൂടിയായിരുന്നു മീന ഗണേഷ്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. നമ്മൾ എടുത്ത് സൂചിപ്പിക്കുമ്പോൾ പോലും മലയാളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ലെജൻഡറി താരങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നവരെ ഒക്കെ തന്നെ നാടകവേദികളിൽ നിന്ന് വന്ന അവരൊക്കെ തിയേറ്റർ ആർട്ടിസ്റ്റുകൾ തന്നെയാണെന്നുള്ളത് നമുക്ക് എടുത്ത് ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുക, ക്യാമറ മറന്നുകൊണ്ട് അഭിനയിക്കുക, കൈമൈ മറന്ന് ആളുകളിലേക്ക് ഭാവപ്രകടനങ്ങളോടുകൂടി എത്തുക, ഇതൊക്കെ തന്നെ നമുക്ക് ഈ നാടകങ്ങളിൽ നിന്നും കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. അതൊക്കെ തന്നെ ഇതുപോലെ സിനിമകളിലേക്ക് വരുമ്പോഴേക്കും, പരമ്പരകളിലേക്ക് വരുമ്പോഴൊക്കെ തന്നെ താരങ്ങൾ
നിന്നും ലഭിക്കുമ്പോൾ ഒരു സ്വാഭാവികമായ രീതിയിലൊരു നടനം നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് മീന ഗണേഷിൽ നിന്നും കാണാൻ സാധിച്ചതെന്നുള്ളതാണ്. മാത്രമല്ല സംവിധായകൻ വിനയനെയും പറ്റി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. വിനയന്റെ ചിത്രങ്ങളിലൊക്കെ തന്നെ മീന ഗണേഷും ഒരു സജീവ സാന്നിധ്യം കൂടിയായിരുന്നു. അതും പ്രധാനപ്പെട്ട വേഷങ്ങളിൽ 1-2 സീനുകളിൽ നിന്നും ഒഴിച്ചു മാറ്റാതെ പ്രധാനപ്പെട്ട വേഷങ്ങളിൽ തന്നെ സംവിധായകനായ വിനയൻ മീന ഗണേഷിനെ കാസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെറുതും വലുതുമായ ഒട്ടനവധി വേഷങ്ങളിലൂടെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ്. ഹരി, എന്തായാലും 81ാമത്തെ വയസ്സിൽ മീന ഗണേഷ് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഷൊർണൂരിലാണ് സംസ്കാരം നടക്കുക. നമുക്കിനി സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോകാം. ഇന്ന് ഡിസംബർ 19 സ്പെഷ്യൽ ഡേ ആയിട്ടുള്ള എല്ലാവർക്കും ആദ്യം തന്നെ ആശംസകൾ അറിയിക്കുകയാണ്. തിരുവനന്തപുരം മൺവിള സ്വദേശിയായ അജിത ദമ്പതികളുടെ മകൾ ആദിത്യയുടെ പിറന്നാളാണിന്ന്. ആദിത്യക്കുട്ടി, വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇപ്പോൾ എക്സാംസ് ഒക്കെ നടക്കുന്ന സമയമായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ മധുരമൊക്കെ കൊണ്ടുകൊടുക്കുക. നല്ലൊരു ബർത്ത്ഡേ ആയി മാറട്ടെ ആദിത്യ. ശ്രീകുമാറിന്റെയും അനിതയുടെയും വിവാഹ വാർഷികമാണ്. ആശംസകളുമായി കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉണ്ട്. ഒപ്പം ഞങ്ങളും ചേരുകയാണ്. എ വെരി ഹാപ്പി ആനിവേഴ്സറി ടു യു. റോസമ്മ ജോസഫ് എടയാടിൽ, അമ്മച്ചിയുടെ 87ാമത്തെ ജന്മദിനമാണിന്ന്. മക്കളാണ് ആശംസ അറിയിച്ചിരിക്കുന്നത്. നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുന്ദരി അമ്മ. അപ്പൊ അമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് പിറന്നാളിന്. ഒപ്പം ക്രിസ്മസ് ആശംസകളും നല്ല ഒരു പുതിയ വർഷവും ആശംസിക്കുകയാണ് റോസമ്മ അമ്മയ്ക്ക്. നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ് 9346975748. ഇനി കാണാം ഇന്ന് ഇത് സംഭവിക്കും. പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 12-ന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. അനു, നിഖിൽ, ബിജു പി ജോർജ്, മത്തായി ഈപ്പൻ എന്നിവരുടെ മൃതദേഹങ്ങൾ കോന്നി മല്ലശ്ശേരിയിലെ വീട്ടിലെത്തിച്ചു. ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ച് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഹർജികളിൽ വാദം കേൾക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ചലച്ചിത്ര മേഖലയിൽ ഇടക്കാല മാതൃകാ പെരുമാറ്റച്ചട്ടം മാർഗനിർദ്ദേശങ്ങളിലൂടെ നടപ്പാക്കണമെന്ന WCCയുടെ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് ഉത്തരവിനെതിരായ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത്. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കും. ജൂനിയർ നടിയുടെ പരാതിയിലെടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അമ്മ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അമ്മയുടെ അംഗത്വത്തിന് ഫീസ് 2 ലക്ഷമാണെന്നും അഡ്ജസ്റ്റ് ചെയ്താൽ ഈ തുക നൽകേണ്ടതില്ലെന്ന് ഹർജിക്കാരൻ പറഞ്ഞത് എന്നുമാണ് ജൂനിയർ നടിയുടെ പരാതി. നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരും. അന്വേഷണം കൂടുതൽ അധ്യാപകരിലേക്ക് വ്യാപിക്കും. ഇതുവരെ 7 പേരുടെ മൊഴി സംഘം രേഖപ്പെടുത്തി. 3 അധ്യാപകർ, DEO, AEO എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. BRC കോർഡിനേറ്ററുടെയും മൊഴിയെടുത്തു. വടകര അഴിയൂരിൽ 9 വയസ്സുകാരിയെ വാഹനമിടിച്ച കേസിലെ പ്രതി ഷെജീലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. വാഹനമിടിച്ച ദൃശ്യാന ഇപ്പോഴും അബോധാവസ്ഥയിലാണ്.
ശബരിമല തീർത്ഥാടകർക്കായി കൂടുതൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ഇന്ന് തുടങ്ങും. 5 പ്രത്യേക സർവീസുകളാണ് റെയിൽവേ പ്രഖ്യാപിച്ചത്. അംബേദ്കറെ കുറിച്ചുള്ള പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയുള്ള പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും പാർലമെന്റിൽ തുടരും. അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് എംപിമാരുടെ യോഗം വിളിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിനെതിരെ ഇന്ന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം. ഡിസിസികളുടെ നേതൃത്വത്തിൽ വൈകുന്നേരം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അമിത്ഷായുടെ കോലം കത്തിക്കും. അംബേദ്കറുടെ സംഭാവനകൾ മായ്ച്ചു കളഞ്ഞ ചരിത്രം വളച്ചൊടിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനത്തും പ്രതിഷേധ പരിപാടികൾക്ക് KPCC ആഹ്വാനം ചെയ്തത്. ഇടുക്കി തങ്കമണിയിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. 12ഓളം ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. കല്ലുവിള പുത്തൻ വീട്ടിൽ ജോയിയുടെ കല്ലുവിള സ്റ്റോഴ്സ് എന്ന സ്ഥാപനമാണ് അഗ്നിക്കിരയായത്. കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇനി സോഷ്യൽ മീഡിയയിൽ വൈറലായ കാഴ്ചകളും വീഡിയോകളുമായി ഇത് കണ്ടോ.